അപ്പോൾ പോലീസ് കോൺസ്റ്റബിൾ GD തസ്തികയിലേക്ക് പുതിയൊരു അപേക്ഷ ഇപ്പോൾ ക്ഷണിച്ചിട്ടുണ്ട്. ഇതിൻ്റെ എക്സാമിനേഷൻ സെൻറ്റർ കേരളത്തിൽ ഉണ്ടാവാനുള്ള ചാൻസ് ഇല്ല. എന്തായാലും വീഡിയോ മുഴുവനായി കണ്ട് മനസ്സിലാക്കി അപേക്ഷിക്കാൻ താല്പര്യമുള്ള എല്ലാവരും അപേക്ഷിക്കാനായിട്ട് ശ്രമിക്കുക. കംപ്ലീറ്റ് വിവരങ്ങൾ എന്താണെന്ന് വീഡിയോയിലൂടെ പറയുന്നുണ്ട്. എനിവേ വന്നിട്ടുള്ള നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസിലേക്ക് കടക്കാം. അപ്പോൾ ഹരിയാന പോലീസിലേക്കാണ് പുതിയ റിക്രൂട്ട്മെൻറ്റ് ഇപ്പോൾ ഓൺലൈനായിട്ട് ക്ഷണിച്ചിട്ടുള്ളത്. പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക. നമ്മൾ കേരളത്തിൽ നിന്ന് അല്ലെങ്കിൽ ലക്ഷദ്വീപ് യൂണിയൻ ടെറിട്ടറിയിൽ നിന്നൊക്കെ അപേക്ഷിക്കുന്ന സമയത്ത് കുറച്ചധികം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. നമുക്ക് റിസർവേഷനും കാര്യങ്ങളൊന്നും ലഭിക്കത്തില്ല. ജനറൽ കാറ്റഗറി ആയിട്ടായിരിക്കും നമ്മൾ പരിഗണിക്കുന്നത്. ആ കാര്യം നിങ്ങൾക്ക് ഇവിടെ 6ാമത്തെ പേജിൽ 6.6 എന്നുള്ള ഈ ഒരു പാരഗ്രാഫിൽ അതായത് ഈ ഒരു പോയിന്റിൽ മെൻഷൻ ചെയ്ത കാര്യം കാണാൻ സാധിക്കുന്നതാണ്. അതായത് നമുക്ക് പുറമേ ഉള്ളവർക്കും ഇതിലേക്ക് അപേക്ഷിക്കാം എന്നുള്ള കാര്യം നോട്ടിഫിക്കേഷനിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. പക്ഷേ റിസർവേഷൻ OBC SC ST എന്ന് പറഞ്ഞിട്ടുള്ള റിസർവേഷൻ, പ്രായത്തിലിളവ് ഇതൊന്നും ലഭിക്കത്തില്ല. അത് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ നമുക്ക് കേരളത്തിൻ്റെ ബേസിലെ ഡീറ്റെയിൽസ് നോക്കാം. ഹരിയാനേൻ്റെ ബേസിലോ അല്ലെങ്കിൽ മറ്റുള്ള സ്റ്റേറ്റിനോ അല്ല. കേരളം അതുപോലെ തന്നെ നമ്മുടെ യൂണിയൻ ടെറിട്ടറി ആയിട്ടുള്ള ലക്ഷദ്വീപ് ഇതിൻ്റെ ബേസിലാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാര്യങ്ങൾ സംസാരിക്കുന്നത്. നിങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ഈ നോട്ടിഫിക്കേഷൻ താഴെ കൊടുത്തിട്ടുണ്ട്. അതിലെങ്ങനെ കാര്യങ്ങൾ മനസ്സിലാക്കണം എന്നുള്ളത് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മനസ്സിലാവും, കണ്ട് മനസ്സിലാക്കാൻ സാധിക്കും. എനിവേ ഇതിൻ്റെ പബ്ലിക്കേഷൻ, ഡേറ്റ് ഓഫ് പബ്ലിക്കേഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. 12/2/2024 നോട്ടിഫിക്കേഷൻ പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. അപേക്ഷ തുടങ്ങിയിട്ടുണ്ട് 20/2/2024 അപേക്ഷ തുടങ്ങി. ഏകദേശം ഇതിൻ്റെ ക്ലോസിംഗ് ഡേറ്റ് 21/3/2024 വരെ നിങ്ങൾക്ക് ഇതിന് അപേക്ഷ സമർപ്പിക്കാമെന്ന് പറയുന്നുണ്ട്. യാതൊരു ഫീസും ഇല്ല. സൗജന്യമായിട്ട് തന്നെ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ്. ഹരിയാന പോലീസ് കോൺസ്റ്റബിൾ തസ്തികയിലേക്കുള്ള ആ ഒരു റിക്രൂട്ട്മെൻ്റ് ആണിതെന്ന് ശ്രദ്ധിച്ചിരിക്കുക. ഹരിയാന സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷനാണ്, ഹരിയാന SSC ആണ് പുതിയ വിജ്ഞാപനം ഇപ്പോൾ ക്ഷണിച്ചിട്ടുള്ളത്. എനിവേ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. ഇവിടെ ആദ്യം തന്നെ പറഞ്ഞിട്ടുള്ളത് ആപ്ലിക്കേഷൻ്റെ ഡീറ്റെയിൽസ് ഫസ്റ്റ് പേജിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇൻവിറ്റേഷൻ ഓഫ് ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഡീറ്റെയിൽസ് നമ്മൾ ഫസ്റ്റ് പേജ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് തന്നെയാണ്. പിന്നെ ഡീറ്റെയിൽസ് ഓഫ് പോസ്റ്റ് ആൻഡ് ക്വാളിഫിക്കേഷൻ 1ഉം 2ഉം പേജുകളിലായിട്ട് പോസ്റ്റിൻ്റെ ഡീറ്റെയിൽസും അതുപോലെ ക്വാളിഫിക്കേഷനുമാണ് ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അത് 1ഉം 2ഉം പേജിൽ ലഭിക്കും. പിന്നെ പേ സ്കെയിൽ 2ാമത്തെ പേജിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. PDF പേജിൻ്റെ 2ാമത്തെ പേജിൽ നിങ്ങൾക്ക് പേ സ്കെയിൽ, ഏജ് 2ാമത്തെ പേജിൽ കാണാൻ സാധിക്കും. പിന്നെ ക്രൈറ്റീരിയ ഫോർ സെലക്ഷൻ എക്സാമിനേഷൻ അതൊക്കെ നമ്മൾ പുറത്തുനിന്ന് അപേക്ഷിക്കുമ്പോൾ പ്രത്യേകം അറിഞ്ഞിരിക്കണം. അപ്പോൾ അത് നിങ്ങൾക്ക് 2, 5 എന്നീ പേജുകളിൽ കാണാൻ സാധിക്കും. പിന്നെ റിസർവേഷൻ അത് 6ാമത്തെ പേജിൽ നമ്മൾ പറഞ്ഞു തുടക്കത്തിൽ തന്നെ നമുക്ക് കേരളത്തിൽ നിന്ന് അപേക്ഷിക്കുമ്പോൾ ഒന്നും തന്നെ ലഭിക്കില്ല. അപ്പോൾ ജനറലായിട്ട് നമ്മൾ പരിഗണിക്കും, ജോലിയൊക്കെ ലഭിക്കും, പക്ഷേ റിസർവേഷൻ്റെ കാര്യം ലഭിക്കത്തില്ല. അതായത് OBC ആണ്, SC ST ആണെന്ന് പറഞ്ഞിട്ടുള്ള പ്രായത്തിലിളവോ അല്ലെങ്കിൽ ഇത്ര മാർക്ക് കുറച്ച് വാങ്ങിയാൽ മതി പരീക്ഷയ്ക്ക്, അതൊന്നും നടക്കത്തില്ല. നമ്മൾ ജനറൽ കാറ്റഗറി എത്ര മാർക്ക് വാങ്ങുന്നു ആ നോർമൽ മാർക്ക് ആവശ്യമായിട്ടുണ്ടാകും. അത് ശ്രദ്ധിച്ചിരിക്കുക. പിന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് റെഗുലേറ്ററി ഫ്രെയിം വർക്ക്, അതിൻ്റെ കാര്യങ്ങളൊക്കെയാണ് പിന്നെ പറയുന്നത്. പിന്നെ എങ്ങനെ അപേക്ഷിക്കണം എന്നുള്ളത് 9, 10 പേജിൽ പറയുന്നുണ്ട്. ഇമ്പോർട്ടൻറ്റ് നോട്ടീസ് 10, 11 പേജ് പറയുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഡോക്യുമെൻറ്റ്സ് എന്തൊക്കെ അപ്ലോഡ് ചെയ്യണം 11ാമത്തെ പേജിൽ പറയുന്നുണ്ട്. ഇമ്പോർട്ടൻറ്റ് ഇൻസ്ട്രക്ഷൻസ് അത് വായിക്കേണ്ടത് തന്നെയാണ് 11, 13 പേജിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഡോക്യുമെൻറ്റ്സിൻ്റെ ബാക്കി വിവരങ്ങൾ 13ാമത്തെ പേജിലുണ്ട്. പിന്നെ റിസൾട്ട് ഓഫ് എക്സാമിനേഷൻ അത് 13ാമത്തെ പേജിലുണ്ട്. അതുപോലെ തന്നെ ഫൈനൽ റിസൾട്ടിൻ്റെയൊക്കെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതുപോലെ തന്നെ റിജക്ഷൻ്റെ കാര്യം 14ാമത്തെ പേജ് പറയുന്നുണ്ട്. അത് ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ കമ്മീഷൻ ഡിസിഷൻ ഫൈനൽ, അവസാനമായിട്ടുള്ള തീരുമാനം എടുക്കുന്നത് ഈ ഒരു പരീക്ഷ നടക്കുന്ന ഏജൻസി ആയിരിക്കും. അതിൻ്റെ തീരുമാനമായിരിക്കും അവസാനം. ഡിക്ലറേഷൻ അതായത് അവസാനം അവർ പറയുന്നത് എന്താണോ അതായിരിക്കും അവിടെ നിയമം എന്ന രീതി പറയുന്നതാണ്. അത് ജസ്റ്റ് 14ാമത്തെ പേജ് പറയുന്നുണ്ട്, ജസ്റ്റ് ഒന്ന് വായിക്കുക. പിന്നെ അതെന്തായാലും നമുക്ക് മുമ്പോട്ട് ഇതിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്ത് പോകാം. പിന്നെ ആക്ഷൻ അഗെയിൻസ്റ്റ് കാൻഡിഡേറ്റ് ഫോർ ഫൗണ്ട് ഗിൽറ്റി ഓഫ്, അതായത് നമ്മൾ എന്തെങ്കിലും മോശമായിട്ടുള്ള പെരുമാറ്റം അവിടെ കാണിച്ചിട്ടുണ്ടെങ്കിൽ, കോപ്പി അടിക്കുക അങ്ങനത്തെ എന്തെങ്കിലും പരിപാടി കാണിച്ചിട്ടുണ്ടെങ്കിൽ അതിന് പണിഷ്മെൻറ്റ് ലഭിക്കും എന്നുള്ള, ആക്ഷൻ അഗെയിൻസ്റ്റ് കാൻഡിഡേറ്റ് പണിഷ്മെൻറ്റ് ലഭിക്കുമെന്നുള്ള കാര്യമാണ് 14, 15 പേജ് പറയുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഇതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് തന്നെ തുടങ്ങാം. മറ്റൊരു സ്ഥലത്തേക്കാണ് നമ്മൾ അപേക്ഷിക്കുന്നത്, ഹരിയാന പോലീസിലേക്കാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ശ്രദ്ധിച്ച് നിങ്ങൾ മനസ്സിലാക്കുക, എന്നിട്ട് അപേക്ഷ സമർപ്പിക്കുക. സംശയങ്ങൾ വരികയാണെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക, നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് വായിക്കുക, എന്നിട്ട് അപേക്ഷിക്കുക. സോ ഇതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇൻവിറ്റേഷൻ ഓഫ് ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞിട്ട് ഏകദേശം ഓൺലൈൻ ആപ്ലിക്കേഷൻ ആർ ഇൻവൈറ്റഡ് ഫോർ ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ്, എല്ലാവർക്കും അപേക്ഷിക്കാം. 6000 ഒഴിവുകളിലേക്കുള്ള വിജ്ഞാപനമാണ് ഇപ്പോൾ ക്ഷണിച്ചിട്ടുള്ളത്. CET അതായത് കോമൺ എൻട്രൻസ് ടെസ്റ്റ് ആണ്, ആദ്യ പരീക്ഷയാണ് നടക്കുന്നതെന്ന് മനസ്സിലാക്കുക. പിന്നെ അതിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസിലേക്ക് കടക്കുകയാണെങ്കിൽ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഹരിയാന എന്ന് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഡീറ്റെയിൽസ് ഓഫ് പോസ്റ്റ് ക്വാളിഫിക്കേഷനും ബാക്കിയുള്ള ഡീറ്റെയിൽസുമാണ് പിന്നീട് പറയുന്നത്. അവിടെ 5000 ഒഴിവുകൾ പുരുഷന്മാർക്ക് വേണ്ടി റിസർവ്ഡ് ആണ്. കോൺസ്റ്റബിൾ GD ആണ്, കോൺസ്റ്റബിൾ ജനറൽ ഡ്യൂട്ടിക്ക് 5000 ഒഴിവുകൾ പുരുഷന്മാർക്ക് വേണ്ടി റിസർവ് ചെയ്തിട്ടുണ്ട്. അതിൽ ജനറൽ കാറ്റഗറിക്ക് 1800 ഒഴിവുകളാണ്
ഒഴിവാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. കേരളത്തിൽ നിന്ന് അപേക്ഷിക്കുമ്പോൾ, ലക്ഷദ്വീപിൽ നിന്ന് അപേക്ഷിക്കുമ്പോൾ, മറ്റുള്ള സ്റ്റേറ്റിൽ നിന്ന്, തമിഴ്നാട് നിന്നും എവിടെ നിന്ന് അപേക്ഷിക്കുന്നതാണെങ്കിലും 1800 ഒഴിവുകളിലേക്കായിരിക്കും കോമ്പറ്റീഷൻ പോകുന്നത്. അതായത് അവിടത്തേക്കാണ് അപേക്ഷിക്കുന്നതെന്ന് ശ്രദ്ധിച്ചിരിക്കുക. ജനറൽ കാറ്റഗറിയിലേക്കായിരിക്കും വരുന്നത്. എനിവേ പിന്നെ വരുന്നത് ഫീമെയിൽസിൻ്റെ ഒഴിവാണ്. 1000 ഒഴിവ് വനിതകൾക്കാണ് ജനറൽ ഡ്യൂട്ടി എന്ന് പറഞ്ഞിട്ടുള്ള കോൺസ്റ്റബിൾ ജനറൽ ഡ്യൂട്ടി 1000 ഒഴിവ് വനിതകൾക്കുണ്ട്. ജനറൽ കാറ്റഗറിക്ക് 360 ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതെന്ന് ശ്രദ്ധിച്ചിരിക്കുക. ഇതിൻ്റെ പേ സ്കെയിൽ, അതിന് മുമ്പ് ഇവിടെ ക്വാളിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. ക്വാളിഫിക്കേഷനായിട്ട് പറഞ്ഞിട്ടുള്ളത് ഇത് കാൻഡിഡേറ്റ് മസ്റ്റ് ഹാവ് പാസ്ഡ് 10+2 ഫ്രം റെക്കഗ്നൈസ്ഡ് എഡ്യൂക്കേഷൻ ബോർഡ്. അപ്പോൾ കേരള ഗവൺമെൻറ്റിൻ്റെ കീഴിൽ നിന്നോ അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കീഴിൽ നിന്ന് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിലൊക്കെ പഠിച്ച ഒരുപാട് ഉദ്യോഗാർത്ഥികളുണ്ട്. ഇടയ്ക്ക് കമൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്കെല്ലാം അപേക്ഷിക്കാൻ സാധിക്കും. അതും വാലിഡ് ആണ്, ഗവൺമെൻറ്റിൻ്റെ അണ്ടറിൽ വരുന്നതാണ് അതൊക്കെ. അപ്പോൾ അവർക്കും അപേക്ഷിക്കാം. പിന്നെ അതിൻ്റെ കൂടെ മെട്രിക് ലെവൽ, അതായത് 10ാം ക്ലാസ് ലെവലിൽ ഹിന്ദി അല്ലെങ്കിൽ സംസ്കൃത് ആസ് വൺ ഓഫ് ദി സബ്ജക്റ്റ് ആയിട്ട് പഠിച്ചിട്ട് വിജയിച്ചിട്ടുണ്ടാവണം. മാർക്കൊന്നും ചോദിക്കുന്നില്ല. ഹിന്ദിയോ അല്ലെങ്കിൽ സംസ്കൃതമോ നിങ്ങൾ പഠിച്ചിട്ട് വിജയിച്ചിട്ടുണ്ടാവണം. അല്ലാതെ അത് അറിഞ്ഞിരിക്കണം എന്ന് പറയുന്നില്ല, പഠിച്ചിട്ട് വിജയിച്ചിട്ടുണ്ടാവണം. അത് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക. പിന്നെ അതുപോലെ തന്നെ നോ എക്സ്ട്രാ വെയിറ്റേജ് വിൽ ബി ഗിവൺ ടു ദി കാൻഡിഡേറ്റ് ഫോർ ഹയർ എഡ്യൂക്കേഷൻ. ഡിഗ്രി PG ഒക്കെ വെച്ച് അപേക്ഷിച്ചാൽ നിങ്ങൾക്ക് പ്രത്യേകിച്ച് വെയിറ്റേജോ കാര്യങ്ങളൊന്നും തരില്ല. +2 വെച്ച് തന്നെയാണ് കൺസിഡർ ചെയ്യുന്നത് എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക. പിന്നെ അതുപോലെ തന്നെ അതായത് ഹയർ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് പ്രത്യേക മുൻഗണന ഇല്ല എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അത് ശ്രദ്ധിക്കുക. പിന്നെ അതുപോലെ മറ്റൊരു കാര്യം പറഞ്ഞിട്ടുള്ളത് പേ സ്കെയിലാണ്. 21,700 രൂപ മുതലാണ് പേ സ്കെയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. ലെവൽ 3 ആണ് പേ സ്കെയിൽ എന്ന് ശ്രദ്ധിച്ചിരിക്കുക. 18 വയസ്സ് മുതൽ 25 വയസ്സ് വരെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് എന്നും കൂടി പ്രത്യേകം ഓർത്തിരിക്കുക. പിന്നീട് ഏജിൻ്റെ കാര്യം കുറച്ചും കൂടി ഫോക്കസ്ഡ് ആയിട്ട് പറയുകയാണെങ്കിൽ 18 to 25 വയസ്സ് വരെയാണ് കേരളത്തിലുള്ള എല്ലാവരും അപേക്ഷിക്കുന്ന സമയത്തും പ്രായപരിധി എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക. കാരണം ജനറൽ കാറ്റഗറി ആയിട്ടാണ് പരിഗണിക്കുക. എല്ലാവർക്കും ആ സെയിം ഏജ് കാറ്റഗറിയാണ് വരുന്നത്. SC ST OBCക്ക് കിട്ടുന്ന ബെനിഫിറ്റ് ഏജ് റിലാക്സേഷനും കാര്യങ്ങളും ലഭിക്കില്ല. പിന്നെ ഇതിൻ്റെ ക്രൈറ്റീരിയ ഫോർ സെലക്ഷൻ ആൻഡ് എക്സാമിനേഷൻ ഇവിടെ പറയുന്നുണ്ട്. ആദ്യം തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഹരിയാന സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ ഒരു പരീക്ഷ നടത്തും. ആ പരീക്ഷയിൽ ക്വാളിഫൈ ആവുന്ന ഉദ്യോഗാർത്ഥികൾ ഫോർ ഫിസിക്കൽ മെഷർമെൻറ്റ് ടെസ്റ്റ് ആൻഡ് ദെൻ ഫോർ ഫിസിക്കൽ സ്ക്രീനിങ് ടെസ്റ്റ് ബോത്ത്, ഇത് രണ്ടിനും എലിജിബിൾ ആവും. അത് ക്വാളിഫൈങ് നേച്ചറാണ്. അത് നിങ്ങൾ ക്വാളിഫൈ ചെയ്താൽ മതി. അതിന് മാർക്കും കാര്യങ്ങളൊന്നും ഇല്ല എന്നാണ് അവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഫിസിക്കൽ ടെസ്റ്റ് കാണുന്നുണ്ട്. PST ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ പറയുന്നതായിട്ട് കാണാൻ സാധിക്കും. പുരുഷന്മാർ 2.5 കിലോമീറ്റർ ഓട്ടം 12 മിനിറ്റിൽ ഓടി തീർത്തണം. വനിതകൾ 1 കിലോമീറ്റർ ഓട്ടം 6 മിനിറ്റിലും. എക്സ് സർവീസ്മെന് അപേക്ഷിക്കുന്നുണ്ടെങ്കിൽ 1 കിലോമീറ്റർ ഓട്ടം 5 മിനിറ്റിൻ്റെ ഉള്ളിലും ഓടി തീർത്തേണ്ടതായിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞത്. പിന്നീട് നമ്മൾ തുടക്കത്തിലേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്ക് വരികയാണെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. ഓൾസോ നോട്ടിഫിക്കേഷൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, അതിലൂടെ നിങ്ങൾക്ക് ക്ലാരിഫൈ ചെയ്യാം. വീണ്ടും നിങ്ങൾക്ക് എന്തെങ്കിലും എക്സാമിനെ സംബന്ധിച്ചിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അഡ്മിറ്റ് കാർഡ് റിലീസ് ചെയ്യുന്നത് അങ്ങനെ എന്തെങ്കിലും രീതിയിൽ ഒരു സംശയങ്ങൾ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഹെൽപ്പ് ലൈൻ നമ്പർ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു നമ്പർ കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നിങ്ങൾക്ക് ഏത് സമയം വിളിച്ചോ, 9 മണി മുതൽ വൈകുന്നേരം 5 മണി വരെയുള്ള സമയത്ത് ഏതൊരു സമയത്തും വിളിച്ച് സംശയങ്ങൾ ദൂരീകരിക്കാവുന്നതാണ്. പിന്നീട് അപ്ലൈ ചെയ്യേണ്ട കാര്യത്തിലേക്ക് കിടക്കുകയാണെങ്കിൽ ആദ്യം തന്നെ ഇവിടെ പറയുന്നത് നിങ്ങൾ കെയർഫുൾ ആയിട്ട് നോട്ടിഫിക്കേഷൻ റീഡ് ചെയ്യാന്ന് പറയുന്നുണ്ട്. അതിനുശേഷം ആവശ്യമായിട്ടുള്ള രേഖകളെല്ലാം അപ്ലോഡ് ചെയ്യണം. ഏതൊക്കെ രേഖകൾ വേണമെന്ന് നമ്മൾ പറയുന്നുണ്ട്. ഓൺലൈനായിട്ടാണ് നിങ്ങൾ അപേക്ഷിക്കേണ്ടത്. ഓൺലൈനായിട്ട് അപേക്ഷിക്കേണ്ട ലിങ്കും പിന്നെ ഈ നോട്ടിഫിക്കേഷൻ ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ ഇതിലെല്ലാം നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ട, കാരണം ചിലത് കേരളത്തിൽ കിട്ടത്തില്ല. അപ്പോൾ ആവശ്യമുള്ളത് മാത്രം നിങ്ങൾ അപ്ലോഡ് ചെയ്യുക. അതായത് സ്കാനഡ് കോപ്പി ഓഫ് എസെൻഷ്യൽ അക്കാഡമിക് ക്വാളിഫിക്കേഷൻ നിർബന്ധമായിട്ട് അപ്ലോഡ് ചെയ്യണം. 10ാം ക്ലാസ് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യണം. അതായത് +2 10ാം ക്ലാസ്സിൻ്റെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യണം. പിന്നെ ഇത് നിങ്ങൾക്ക് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതല്ല, സ്കാനഡ് കോപ്പി ഓഫ് SC അങ്ങനെയുള്ള കാര്യങ്ങൾ അത് ഇപ്പോൾ ഉണ്ടാവണമെന്നില്ല. അപ്പോൾ അതില്ലെങ്കിൽ പ്രശ്നമല്ല. പിന്നെ സ്കാനഡ് കോപ്പി ഓഫ് സർട്ടിഫിക്കറ്റ് ക്ലൈമിംഗ് വെയിറ്റേജ്, അപ്പോൾ അത് നമ്മൾ തുടക്കത്തിലേ പറഞ്ഞു, സോഷ്യോ എക്കണോമിക് ആയിട്ടുള്ളവർക്കെല്ലാം വെയിറ്റേജ് കൊടുക്കുന്നതാണ്. അതിപ്പോൾ എല്ലാവർക്കും ആവശ്യമുള്ളതല്ല. അതുപോലെ തന്നെ സ്കാനഡ് ഫോട്ടോഗ്രാഫ് അത് നിർബന്ധമാണ് കേരളത്തിൽ നിന്ന് അപേക്ഷിക്കുന്നവർക്കാണെങ്കിലും. പിന്നെ സ്കാനഡ് സിഗ്നേച്ചർ ഓഫ് കാൻഡിഡേറ്റ് അതും നിർബന്ധമാണ്. ഇപ്പം 3 നിർബന്ധമായിട്ടുള്ള കാര്യം നമ്മൾ പറഞ്ഞു, അതായത് തുടക്കത്തിലുള്ള ഇതും പിന്നെ അതുപോലെ തന്നെ സ്കാനഡ് ഫോട്ടോഗ്രാഫും അതുപോലെ സ്കാനഡ് കാൻഡിഡേറ്റിൻ്റെ സിഗ്നേച്ചറും അതായത് ഒപ്പും അത് നിർബന്ധമാണ്. പിന്നെ സ്കാനഡ് കോപ്പി ഓഫ് ഓൾ ഡോക്യുമെന്റ് ഷോയിങ് ഹയർ ക്വാളിഫിക്കേഷൻ അത് വെച്ചിട്ടില്ലെങ്കിലും പ്രശ്നമില്ല, ഉണ്ടെങ്കിൽ നല്ലതാണ്. നിങ്ങൾക്ക് ഡിഗ്രിയും PG ഒക്കെ ഉണ്ടെങ്കിൽ അത് വെക്കാം. മിനിമം +2 എന്തായാലും നിങ്ങൾ വെച്ചിരിക്കണമെങ്കിലേ അപ്ലൈ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ഇത് വെച്ചാൽ നല്ലതാണ്. ഹയർ ക്വാളിഫിക്കേഷൻ ഉണ്ടെന്ന് കാണിക്കാം. അതിന് വെയിറ്റേജ് ഇല്ലാന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഹരിയാന ബൊനഫൈഡ് റെസിഡൻറ്റ് സർട്ടിഫിക്കറ്റ് ഇഫ് ആപ്ലിക്കബിൾ അതിപ്പോൾ എല്ലാവർക്കും കിട്ടുന്നതല്ല, കാരണം ഹരിയാനയിൽ സ്ഥിരതാമസക്കാർക്ക് മാത്രം കൊടുക്കുന്നതാണ്. അപ്പോൾ കേരളത്തിലുള്ളവർക്ക് ഇഫ് ആപ്ലിക്കബിൾ എന്നൊരു കാര്യം പറയുന്നുണ്ട്. അത് നിങ്ങൾക്ക് ബാധകമാണെങ്കിൽ മാത്രം വെച്ചാൽ മതി. ബാധകമല്ല അതുകൊണ്ട് വെക്കേണ്ട ആവശ്യവുമില്ല. പിന്നെ ഇക്വാലൻസി സർട്ടിഫിക്കറ്റ് ഇപ്പോൾ ഇഫ് ആപ്ലിക്കബിൾ എന്ന് ചോദിക്കുന്നുണ്ട്. അതായത് ഇക്വാലൻസി
സർട്ടിഫിക്കറ്റ് അങ്ങനെ എന്തെങ്കിലും ആവശ്യമാണെങ്കിൽ ഇതിൻ്റെ തത്തുല്യമായിട്ടുള്ള മറ്റെന്തെങ്കിലും സർട്ടിഫിക്കറ്റ് അതൊക്കെ ഉണ്ടെങ്കിൽ വെച്ചാൽ മതി, അത് പ്രശ്നമല്ല. പിന്നെ അത്യാവശ്യമായിട്ട് നിങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യേണ്ട ഒരു സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ബൈ, അതൊന്നും നിങ്ങൾക്ക് ആവശ്യമുള്ളതല്ല. ഡിക്ലറേഷൻ സർട്ടിഫിക്കറ്റ് അത് നിർബന്ധമായിട്ട് നിങ്ങൾ വെച്ചിരിക്കണം. ഡിക്ലറേഷൻ മസ്റ്റ് ബി ഹാൻഡ് റൈറ്റഡ് ബൈ ദി കാൻഡിഡേറ്റ് ഹിംസെൽഫ്. ഹിന്ദിയിലോ അല്ലെങ്കിൽ ആസ് വെൽ ആസ് ഇൻ ഇംഗ്ലീഷിലോ നിങ്ങൾ ടൈപ്പ് ചെയ്യണം. അതായത് നിങ്ങൾ തന്നെ എഴുതണം, കൈപ്പടയിൽ എഴുതിയിട്ട് അത് അപ്ലോഡ് ചെയ്യണം എന്നാണ് പറയുന്നത്. അത് എവിടെ ലഭിക്കും നോക്കുകയാണെങ്കിൽ ഇത് 11ാമത്തെ പേജാണ്. 23ാമത്തെ പേജിൽ നിങ്ങൾക്ക് ഡിക്ലറേഷൻ ഇംഗ്ലീഷ് കാണാൻ സാധിക്കും. അത് പകർത്തി എഴുതിയിട്ട് ഒപ്പിട്ട് നിങ്ങൾ അപ്ലോഡ് ചെയ്താൽ മതി എന്ന് ശ്രദ്ധിച്ചിരിക്കുക. ചെറിയൊരു പേജാണ്, ലാസ്റ്റ് കാണിച്ചു തരാം. അപ്പോൾ അത് ഇംഗ്ലീഷിൽ എഴുതിയിട്ട് അത് തീർച്ചയായിട്ടും അപ്ലോഡ് ചെയ്യണം. പിന്നെ ഡിസ്ചാർജ് സർട്ടിഫിക്കറ്റ് എക്സ് സർവീസ്മാൻ ഉള്ളതാണ്, അത് അവർക്കേ ഉണ്ടാവത്തുള്ളൂ. അപ്പോൾ അവരാണത് വെക്കേണ്ടത്. പിന്നെ എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ്, പിന്നെ അതുപോലെ തന്നെ എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ്, പിന്നെ സർട്ടിഫിക്കറ്റ് ഫോർ ചിൽഡ്രൻ, ഇതൊന്നും നിങ്ങൾക്ക് ആവശ്യമുള്ളതല്ല. അപ്പോൾ പ്രധാനമായിട്ട് നമ്മൾ പറഞ്ഞ എല്ലാ സർട്ടിഫിക്കറ്റുകളും പ്രൊവൈഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ അത് വെച്ചാലേ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കത്തുള്ളൂ എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക. ഇനി പരീക്ഷയുടെ ഒരു മാതൃക നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ജനറൽ സ്റ്റഡീസ് എന്ന് പറഞ്ഞിട്ട് ജനറൽ സയൻസ്, കറണ്ട് അഫയേഴ്സ്, ജനറൽ റീസണിങ്, മെൻ്റൽ ആപ്റ്റിറ്റ്യൂഡ്, ന്യൂമറിക്കൽ എബിലിറ്റി, അതുപോലെ തന്നെ അഗ്രികൾച്ചർ, ആനിമൽ ഹസ്ബൻഡറി, അതുപോലെ തന്നെ അതർ ഫീൽഡ്, ഇങ്ങനെയുള്ള ഭാഗത്തു നിന്നൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരിക എന്നുള്ള കാര്യം പറയുന്നുണ്ട്. എക്സാമിനേഷൻ്റെ പാറ്റേൺ നിങ്ങൾക്ക് 4ാമത്തെ പേജിൽ ഇവിടെ കാണാൻ സാധിക്കും. ഓൾ ക്വസ്റ്റ്യൻ ഷാൽ ബി കമ്പൽസറി, ക്വസ്റ്റ്യൻ പേപ്പർ ഷാൽ ബി ഇംഗ്ലീഷിലും അതുപോലെ തന്നെ ഹിന്ദിയിലും നിങ്ങൾക്ക് ലഭിക്കും. ഓഫ്ലൈൻ എക്സാം ആണ് PSC ഒക്കെ പോലെ, റിട്ടൺ എക്സാമിനേഷൻ ആയിരിക്കും. അതായത് ഓഫ്ലൈനിൽ നമ്മൾ PSC എക്സാം എന്താണോ അതുപോലെ തന്നെ കറപ്പിക്കുന്ന ആ ഒരു ടൈപ്പിലായിരിക്കും എക്സാം എന്ന് ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ 100 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, നെഗറ്റീവ് മാർക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമെന്നും കൂടി ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായിട്ടും പറയാനുള്ളത്. അപ്പോൾ ജസ്റ്റ് ഇതൊന്ന് വായിച്ചു നോക്കുക. പിന്നെ സോഷ്യോ എക്കണോമിക് ക്രൈറ്റീരിയ എന്ന് പറഞ്ഞിട്ട് അവർക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള കാര്യം പറയുന്നുണ്ട്. അപ്പോൾ അത് കേരളത്തിലുള്ളവർക്ക് ലഭിക്കുന്നതല്ല എന്നും കൂടി ശ്രദ്ധിച്ചിരിക്കുക. പിന്നെ ഇത്രയധികം കാര്യങ്ങളാണ് ഇതിൻ്റെ എക്സാമിനേഷനുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. പിന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഡിക്ലറേഷൻ, അത് ഏറ്റവും അവസാനത്തെ പേജിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. ഇതാണ് ഡിക്ലറേഷൻ. ഇത് ഇംഗ്ലീഷിലോ അല്ലെങ്കിൽ ഹിന്ദിയിലോ എഴുതേണ്ടതായിട്ടുണ്ട്, എഴുതി അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഇംഗ്ലീഷ് കാണാൻ സാധിക്കും. ഐ ഹാവ് റീഡഡ് ആൻഡ് അണ്ടർസ്റ്റുഡ് ദി ഇൻസ്ട്രക്ഷൻ മെൻഷൻ എബോവ്. ഐ ഹാവ് ഓൾസോ. ഇപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വെള്ള പേപ്പറിൽ എഴുതുക. എന്നിട്ട് സിഗ്നേച്ചർ ഓഫ് കാൻഡിഡേറ്റ് എന്ന് പറഞ്ഞിട്ട് അത് തൊട്ടടുത്ത് ഇവിടെ എഴുതിയിട്ട് അവിടെ ഒപ്പിട്ട് നിങ്ങൾക്ക് അത് അപ്ലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇത് പകർത്തി എഴുതിയാൽ മതി. ഇതാണ് ഡിക്ലറേഷൻ എന്ന് പറയുന്നത്. അതും കൂടി നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് എന്ന് ശ്രദ്ധിച്ചിരിക്കുക. ഇനി ഇതിൻ്റെ ഹൈറ്റിൻ്റെ കാര്യത്തിലേക്ക് കിടക്കുകയാണെങ്കിൽ 158 സെൻറ്റിമീറ്റർ ഹൈറ്റ് മിനിമം വനിതകൾ ഉണ്ടായിരിക്കണമെന്ന് ശ്രദ്ധിച്ചിരിക്കുക. വനിതകൾക്ക് മെഷർമെൻറ്റിൽ 158 സെൻറ്റിമീറ്റർ ഹൈറ്റ് വേണം. 170 സെൻറ്റിമീറ്റർ ഹൈറ്റ് നമ്മുടെ ഇതിന് കോൺസ്റ്റബിളിന് പുരുഷന്മാർക്ക് ആവശ്യമായിട്ടുണ്ടെന്ന് ശ്രദ്ധിച്ചിരിക്കുക. ഇവിടെ കുറച്ച് റൂൾസും കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. ഈ ഒരു റാങ്കിലേക്ക്, നോൺ ഗസ്റ്റഡ് പോസ്റ്റിലേക്ക് ഇതിലേക്ക് അപേക്ഷിക്കാനായിട്ട് മുൻപ് പറഞ്ഞ ഹരിയാനൻ്റെ അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞത്. കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടില്ല. പക്ഷേ അതാണ് ഹൈറ്റിൻ്റെ ഡീറ്റെയിൽസ് എന്ന് ശ്രദ്ധിച്ചിരിക്കുക. ആ ഒരു ലെവലിൽ ഹൈറ്റും കൂടി ഉള്ളവർക്കാണ് ഇതിന് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത്. പിന്നെ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിൻ്റെ കാര്യം, ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റാണ്. സ്റ്റാൻഡേർഡ് ടെസ്റ്റിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു, ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ആ ഒരു ലെവലിൽ ഫിസിക്കലും കൂടി ഉണ്ടാവും. ഇത് ക്വാളിഫയിങ് ആണ്, മാർക്കൊന്നുമില്ല. അപ്പോൾ അത് ക്വാളിഫൈ ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നും കൂടി ശ്രദ്ധിച്ചിരിക്കുക. എന്തെങ്കിലും കാര്യങ്ങളിൽ സംശയങ്ങളുണ്ടെങ്കിൽ നോട്ടിഫിക്കേഷൻ താഴെ കൊടുത്തിട്ടുണ്ട്. അപേക്ഷിക്കാൻ താല്പര്യമുള്ളവർക്ക് നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്തൊന്ന് റീഡ് ചെയ്ത് നോക്കുക. എന്തെങ്കിലും മനസ്സിലാവാതെ ഉണ്ടെങ്കിൽ റീഡ് ചെയ്തതിന് ശേഷം അപേക്ഷിക്കുക. അതുപോലെ തന്നെ താഴെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. അപ്ലൈ ചെയ്യാനുള്ള ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്.